ഹോർമുസ് തുറക്കില്ല. ആദ്യം അമേരിക്ക അവരുടെ നിലപാട് തിരുത്താൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം അവരെ തകർത്ത് തരിപ്പണമാക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിൽ നിർണായക മുന്നറിയിപ്പുമായി ഇറാൻ. അമേരിക്ക അവരുടെ നിലപാട് തിരുത്തുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നതാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതിയുടെ നിലപാടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാനെതിരെ ഇനി അമേരിക്ക സൈനിക ഭീഷണി ഉയർത്തുന്നതെന്നും ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കണമെന്നും ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായ മുഹമ്മദ് ബാഗർ ഖലീബാഫ് ആകട്ടെ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ഹോർമുസ് തുറക്കാനുള്ള താക്കോൽ അമേരിക്കയുടെ അടുത്ത നീക്കത്തെ ആശ്രയിച്ചിരിക്കും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകൾക്കുമെതിരെയാണ് സൈനിക നടപടി ശാശ്വതമായി തന്നെ അവസാനിപ്പിക്കണമെന്നും മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണ നഷ്ടപരിഹാരം നൽകണം, ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കണം, വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ നിരുപാധികം വിട്ടു നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായി തന്നെ മാറുകയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഊർജ വാണിജ്യ കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമുസ് അടച്ചിടുന്നത് മേഖലയിൽ മാത്രമല്ല ആഗോള വിപണിയിലും ചരക്ക് ഗതാഗതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനിടെ തന്നെ മറ്റൊരു നിർണായക നീക്കവും ശ്രദ്ധ നേടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. ചർച്ചകൾ ക്രിയാത്മകവും അനുകൂലവുമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അത് ഒമാനാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ജൂൺ 17 നിലവിൽ വന്ന ഇസ്ലാമാബാദ് ധാരണാപത്രം അമേരിക്ക ലംഘിച്ചെന്ന ആരോപണവുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും രംഗത്തെത്തി. ഇതിന് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹോർമുസ് തുറക്കണമെങ്കിൽ അമേരിക്കയുടെ സൈനിക മാറ്റം അവിടെ ആവശ്യമാണ്. ഉപരോധം പിൻവലിക്കണം, നഷ്ടപരിഹാരം നൽകണം. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അവിടെ ഇത്രയധികമാണ് എന്നതാണ് വ്യക്തമാകുന്നതും. അതേസമയം മുജ്തബ ഖൊമേനിയുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി അതീവമായ ഗുരുതരാവസ്ഥയിലാണ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിനാണ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാനിയവർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28 യുഎസും ഇസ്രയേലും സംയുക്ത വ്യോമാക്രമണത്തിലായിരുന്നു മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി അവിടെ കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ മുജ്തബയാകട്ടെ അതിനുശേഷം അവിടെ പൊതുവേദിയിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് ഇത്തരം ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.